പാസ്പോർട്ടിലും ആധാർ കാർഡിലും ഒരേ പേരും വിലാസവും നൽകാൻ പ്രവാസികൾ ശ്രദ്ധിക്കണമെന്ന് സലാലയിലെ ഇന്ത്യൻ എംബസി കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ. അനധികൃത താമസക്കാർക്ക് രാജ്യം വിടാൻ ഒമാൻ നൽകിയ ആനുകൂല്യം പരമാവധി ഇന്ത്യക്കാർ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സലാലയിൽ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ കെ സനാതനൻ. പാസ്പോർട്ടും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചതിനാൽ രണ്ടിലും ഒരേ പേര് വിവരങ്ങളാണെന്ന് പ്രവാസികൾ ഉറപ്പുവരുത്തണമെന്നാണ് ഒമാൻ സലാലയിലെ ഇന്ത്യൻ എംബസി കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനന്റെ നിർദ്ദേശം. പഴയ വിലാസത്തിൽ പാസ്പോർട്ടുള്ളവർ പുതുക്കുമ്പോൾ ആധാർ കാർഡിലെ വിവരങ്ങൾ നൽകണം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നിയമം അനുസരിച്ച് ഇന്ത്യൻ എംബസിയിൽ നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസ്പോർട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് അഡ്രസ്സ്, നാട്ടിലെ പ്രസൻറ്റ് അഡ്രസ്സും അവിടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ ടെലിഫോൺ നമ്പറും നമ്മൾ അറിയിക്കണം. വർഷങ്ങളായി സലാലയിൽ സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന തമിഴ്നാട് സ്വദേശിക്ക് അടുത്തിടെ പാസ്പോർട്ട് നിരസിച്ചത് ആധാറിലെയും പാസ്പോർട്ടിലെയും വിവരങ്ങൾ രണ്ടായതിനാലാണ്. പാസ്പോർട്ട് നിരസിക്കപ്പെട്ടാൽ എമർജൻസി പാസ് നേടി ഇന്ത്യയിൽ പോയി മറ്റു നടപടികൾ പൂർത്തിയാക്കുന്നതാണ് ഉചിതം. ഇവിടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ചിലപ്പോൾ പഴയതായിരിക്കാം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആധാർ കാർഡും നമ്മുടെ പാസ്പോർട്ടിൻ്റെ കൂടെ ലിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും അതിൻ്റെ ഡീറ്റെയിൽസും പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും ഈക്വൽ അല്ല എങ്കിൽ അത് പാസ്പോർട്ട് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യും. വ്യാജ പാസ്പോർട്ടുകൾ തടയാൻ പുതിയ നിയമം സഹായിക്കും. ഒമാനിൽ അനധികൃതമായി തുടരുന്ന പ്രവാസികൾ ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ച മിനി പൊതുമാപ്പാനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഡോക്ടർ കെ സനാതനൻ നിർദ്ദേശിച്ചു. ജൂലൈ 31 വരെയാണ് ഇതിൻ്റെ കാലാവധി. ദയവ് ചെയ്ത് നമ്മുടെ ആൾക്കാർ ഇത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർ പോകാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു പൊതുമാപ്പ് വന്നിരിക്കുന്നത്. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, സലാല.